ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ പൊറോട്ട വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അപ്പോൾ അതിനകത്ത് ഞാനിതാ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഈ ചോറ് ഒരുപാട് വെള്ളം ഒഴിച്ചടിക്കരുത് കേട്ടോ, ഒരു അല്പം വെള്ളം മാത്രം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു 2-3 സ്പൂൺ വെള്ളം മാത്രം മതിയാവും. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊറോട്ട എന്ന് പറയുമ്പോൾ ആദ്യം കടയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഓർഡർ കൊടുത്തൊക്കെ ആയിരിക്കും വരുത്തുന്നതല്ലേ. എന്നാൽ അതിനേക്കാളല്ല അപ്പുറമായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ട എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഒത്തിരി സമയമൊന്നും ആവത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത സന്തോഷമൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ചോറ് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എത്ര മൈദ വേണമെന്ന് വെച്ചാൽ എത്ര വേണം, ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണമെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അതിനനുസരിച്ചുള്ള മാവ് എടുക്കുക. അപ്പോൾ മാവ് ഒരുപാട് വേണമെങ്കിൽ ചോറിൻ്റെ ഇത് കൂട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 12 പൊറോട്ട അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ മാവിൻ്റെ രീതിയിൽ തന്നെ ഇത് കുഴഞ്ഞ് കിട്ടും. അഥവാ ഇച്ചിരി ഒന്ന് ചെറിയ വെള്ളത്തിൻ്റെ വ്യത്യാസം വരുവാണെങ്കിൽ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചൊന്ന് കുഴച്ചാൽ മാത്രം മതിയാവും. ചെറുതായിട്ടൊന്നിങ്ങനെ കൈ നമ്മൾ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കത്തില്ല, ആ രീതിക്ക് മാത്രമേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമുക്കിതൊന്ന് നല്ലപോലെ അമർത്തി നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് നല്ലപോലെ ഇതായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ചേർത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. ഒരുപാട് സമയമൊന്നും ആവത്തില്ല. നമ്മൾ സ്ഥിരം പാചകമൊക്കെ ചെയ്യുന്നവർക്ക് എളുപ്പമായിട്ടോ ചെയ്തെടുക്കാൻ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടൻ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ മാവ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനായിട്ട് ഓരോ ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു 12 പൊറോട്ട ഇപ്പോൾ ഈ മാവ് കൊണ്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 6 ഉരുളയാക്കി ഞാനിത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ നല്ല വൃത്തിയാക്കിയതിന് ശേഷം, നല്ല തുടച്ചൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നെയ്യോ എണ്ണയോ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഓയിലായാലും മതി കേട്ടോ. ഓയിൽ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ ഓരോ ബോൾസും എടുത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ കൈയുടെ വെള്ളഭാഗമില്ലേ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി എത്രത്തോളം തിന്നായിട്ട് നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ മതി, ഇതുപോലെ നല്ല എളുപ്പത്തിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് അമർത്തി പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് 2ആയിട്ട് ഭാഗിച്ചെടുക്കുക. അതിന് ശേഷം 2 സൈഡിൽ ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എളുപ്പമാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മളപ്പോൾ ഇതിന് മുട്ട ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. നമ്മൾ വീശി അടിക്കണ്ട. മറ്റേ പൊറോട്ടയാകുമ്പോൾ നമ്മൾ വീശി അടിച്ചല്ലേ ചെയ്യുന്നത്. പക്ഷേ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. നെയ്യ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് നീട്ടി നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. പൊറോട്ട എങ്ങനെയാണ് അടിച്ചിട്ട് ചുറ്റിയെടുക്കുന്നത് അറിയാമല്ലോ, ആ രീതിക്ക് തന്നെ ഒന്ന് ചുറ്റി അവസാന ഭാഗം ഒന്ന് അടിഭാഗത്തോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഇത്രയും മതിയാവും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബോൾസിൽ നിന്ന് 2 എണ്ണം നമുക്ക് എടുക്കാൻ പറ്റും. അതിനനുസരിച്ചാണ് ഞാൻ മാവ് എടുത്തേക്കണം. നിങ്ങൾക്ക് കൂടുതലും മാവ് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 10-25 എണ്ണം ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, 2 കപ്പ് ചോറെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഒന്ന് വലിച്ചെടുക്കുമ്പോൾ അതൊന്ന് മൈദയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പൊറോട്ട എത്ര കഴിക്കരുത്, ആരോഗ്യത്തിന് ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് പൊറോട്ട ബീഫ് അല്ലെങ്കിൽ പൊറോട്ട ചിക്കൻ, പൊറോട്ട മുട്ടക്കറിയൊക്കെ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലേ. ഞാനും കഴിക്കാറുണ്ട്, പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ വീണ്ടും ഒന്ന് ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കാം.
അപ്പോൾ ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചാൽ വീണ്ടും ഒന്ന് കാണിക്കുന്നത് കേട്ടോ. നൈസായിട്ട് എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. അതിനുശേഷം അത് രണ്ടായിട്ട് ഭാഗിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കണ്ടല്ലോ നിങ്ങൾ എന്താണ് ഞാൻ ചേർത്തതെന്ന്. ചോറും ഉപ്പും മൈദയും ഇത്രയും നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരല്പം ഓയിൽ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി കൂട്ടിയെടുക്കുക. അതിനുശേഷം കയ്യിലെടുത്ത് ഒന്ന് ചുറ്റിയെടുക്കുക. നമ്മൾ റിബണൊക്കെ പിടിക്കുന്ന പോലെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ഇതൊന്ന് വലിഞ്ഞു വരും. അതിനുശേഷം ഒന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ഇതവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കണം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിന് മുമ്പേ ഇതൊന്ന് ഇനി പരത്തിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ ഒരു അല്പം ഓയിലൊന്ന് ആദ്യം കൗണ്ടർ ടോപ്പിൽ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തുക. അപ്പോൾ ഒത്തിരി കട്ടിക്ക് അങ്ങ് പരത്തി വയ്ക്കരുത്. ഇച്ചിരി നൈസായിട്ട് തന്നെ നമ്മളതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിട്ടു പോകുന്ന പോലെയൊക്കെ തോന്നും. അതൊന്നും പ്രശ്നമല്ല കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് നല്ലതുപോലെ കൈയുടെ വെള്ളം കൊണ്ടൊന്ന് അമർത്തി നൈസാക്കി എടുക്കുക പൊറോട്ട. അപ്പോൾ നമ്മൾ ഓയിൽ തടവിയേക്കുന്നതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ പിന്നെ ഒരു പാത്രം കമത്തിയിട്ട് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്താൽ മതിയാവും. കണ്ടല്ലോ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നല്ല ചൂടായിരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇതാകുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നെയ്യ് തൂത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു മണവും. അപ്പം നമുക്ക് അറിയാമല്ലോ, ഇത് മൂത്ത് വരുമ്പോൾ വീട്ടിനകത്ത് ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ നെയ്യ് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുത്ത് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും മൂപ്പിച്ചെടുക്കുക. തീ ഒരുപാട് കൂട്ടി വെച്ച് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒരു ഭാഗം മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് തിരിച്ചും മറിച്ച് നമുക്കറിയാമല്ലോ വെന്ത് കിട്ടുന്ന പരുവ് എത്ര വേണം എന്നുള്ളത്. കരിഞ്ഞു പോകാതെ ചെയ്തെടുക്കുക. കരിഞ്ഞു പോയ ഏതൊരു സാധനം നമ്മൾ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. ഒന്ന് രണ്ട് പണ്ടൊക്കെ എനിക്ക് അനുഭവങ്ങൾ എൻ്റെയൊക്കെ കൊച്ചുകാലങ്ങളിലൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാനൊക്കെ കൊച്ചു നാളിലൊക്കെ ഒരുപാട് വീട്ടു ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്നിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടി പിടിച്ചു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ടേസ്റ്റും ആ ചുവയൊക്കെ ഒന്നങ്ങ് മാറിപ്പോകും. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല രസമായിട്ട് അടിപൊളിയായിട്ടുള്ള പൊറോട്ട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇപ്പോൾ ബീഫൊക്കെ ആണ് വെക്കുന്നത്. രാവിലെ നമുക്ക് കൊടുക്കാനാണെങ്കിൽ ബീഫ് തലേദിവസം നമ്മളൊന്ന് റെഡിയാക്കി വെച്ചാൽ രാവിലെ എളുപ്പമായി ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അടുത്ത് അതുപോലെ തന്നെ ഞാൻ കൈകൊണ്ടൊന്ന് പരത്തി പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് നെയ്യൊക്കെ പുരട്ടി മൂപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. വളരെ അടിപൊളി. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ അടിച്ചുണ്ടാക്കുന്ന പൊറോട്ടയില്ല, അടിച്ചിങ്ങനെ വീശിയൊക്കെ എടുക്കുന്നത്, അതിനേക്കാളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ വെള്ളം മാത്രം ഒഴിക്കാതിരിക്കുക. ഈ ചോറടിച്ചില്ലേ അതിൽ തന്നെ കുഴച്ചെടുക്കുക. അഥവാ വെള്ളം വേണമെന്ന് തോന്നുവാന്ന് കൈ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ നമ്മൾ തളിച്ചു കൊടുക്കത്തില്ല, അതുകൊണ്ടൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അടുത്തും ഒരെണ്ണം ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒരല്പം നെയ്യൊക്കെ ഒഴിച്ച്, നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മണമാണ്. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ വീട് നിറയുമായി പൊറോട്ടയുടെ ആ മണം. അപ്പോൾ മുട്ട കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉറപ്പായിട്ടും പൊറോട്ട ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ പറ്റും. എൻ്റെ അമ്മയൊക്കെ മുട്ട കഴിക്കത്തില്ല. അപ്പോൾ അവർ ഈ പൊറോട്ട എന്ന് പറയുമ്പോഴേ മുട്ടയുടെ മണം വരുന്നതെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വലിയ ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ചിലരിങ്ങനെ മാവ് കലക്കി അതിലും ചിലർ മുട്ട ചേർത്തിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഞാൻ മുട്ടയോ സോഡ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ എത്ര ഹെൽത്തി അല്ലെന്ന് പറഞ്ഞാലും ഇത് കഴിക്കാത്തവരാരും ഇല്ലല്ലേ. അപ്പോൾ അതിനുശേഷം 2-3 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ആ ചൂടോട് തന്നെ നമ്മളിതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് അപ്പോഴാണ് ആ നല്ലൊരു പൊറോട്ട കണ്ടോ ആ ഒരു പൂ പോലത്തെ ഒരു അനുഭവമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മണമായിട്ടുള്ള നമ്മുടെ പൊറോട്ട ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര എളുപ്പമെന്ന് കണ്ടല്ലോ, എത്ര എളുപ്പത്തിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ടല്ലോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾ ശ്രമിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതൊന്ന് അറിഞ്ഞോട്ടെ, അവരിതൊന്ന് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് അവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.